1980 മുതൽ 90 വരെ തെന്നിന്ത്യയിലെ ഹൃദയതാരം. 6 ഭാഷാ ചിത്രങ്ങളിൽ ഒരേ സമയം തിളങ്ങിയ താരസുന്ദരി. ഒരു കാലത്തെ മലയാളി യൗവനത്തെ ഇളക്കിമറിച്ച ക്ലാര എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ നടി സുമലതയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ പാദമുദ്രകളിൽ. തൻ്റെ 15-ാം വയസ്സിൽ ആന്ധ്രാപ്രദേശിൽ സൗന്ദര്യ മത്സരത്തിൽ വിജയിച്ച ശേഷമാണ് സുമലത സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിലെ 200ഓളം ചിത്രങ്ങളിൽ സുമലത അഭിനയിച്ചിട്ടുണ്ട്. മലയാളി അല്ലെങ്കിലും മലയാളിയുടെ മനസ്സിൽ ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മയാണ് സുമലത. മൂർഖൻ, രക്തം, കോളിളക്കം, മുന്നേറ്റം, തേനും വയമ്പും, തടാകം, ജോൺ ജാഫർ ജനാർദ്ദനൻ, ജനനി ജന്മഭൂമി, നിറക്കൂട്ട്, ശ്യാമ, തൂവാനത്തുമ്പികൾ, ന്യൂഡൽഹി, ഇസബെല്ല, ദിനരാത്രങ്ങൾ, ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസ്, നായർ സാബ്, താഴ്വാരം, നമ്പർ 20, മദ്രാസ് മൈൽ എന്നിവയാണ് സുമലത അഭിനയിച്ച പ്രധാന മലയാള ചിത്രങ്ങൾ. പത്മരാജൻ, മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ തൂവാനത്തുമ്പികൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകില്ല. തൂവാനത്തുമ്പികളിലെ ക്ലാരയായിട്ടാണ് മലയാളികൾ ഇന്നും സുമലതയെ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. അതായിരുന്നു സുമലത അവതരിപ്പിച്ച ആ കഥാപാത്രത്തിന്റെ കരുത്ത്. മമ്മൂട്ടിയുടെ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലെ ശക്തമായ നായികാ സാന്നിധ്യമായിരുന്നു സുമലത. നിറക്കൂട്ട്, ന്യൂഡൽഹി, ഇസബെല്ല, താഴ്വാരം, നമ്പർ 20, മദ്രാസ് മെയിൽ, ദിനരാത്രങ്ങൾ, നായർ സാബ് തുടങ്ങിയവ അതിനുദാഹരണങ്ങളാണ്. സംവിധായകൻ ജോഷിയുടെ ചിത്രമായ രക്തത്തിലൂടെയാണ് സുമലത കൂടുതൽ ശ്രദ്ധേയയായത്. അതിനു മുൻപ് ജോഷിയുടെ തന്നെ ചിത്രമായ ഇതിഹാസത്തിലും സുമലത അഭിനയിച്ചു. മലയാളത്തിൽ സുമലത ഏറ്റവും കൂടുതൽ അഭിനയിച്ചതും ജോഷി സംവിധാനം ചെയ്ത സിനിമകളിൽ തന്നെയാണ്. തൂവാനത്തുമ്പികൾക്ക് ശേഷം പുറത്തിറങ്ങിയ ചിത്രമാണ് ഇസബെല്ല. ചിത്രത്തിൽ നായികയായ ഇസബെല്ലയെ അവതരിപ്പിച്ചതും സുമലത തന്നെയായിരുന്നു. പ്രേക്ഷക മനസ്സിൽ മായാത്ത മുറിപ്പാടുണ്ടാക്കിയ ദുരന്ത കഥാപാത്രമായിരുന്നു ഇസബെല്ലയിലെ ബേല. സുമലത ജീവൻ നൽകിയ നിറക്കൂട്ടിലെ മേഴ്സി, ദിനരാത്രങ്ങളിലെ ഡോക്ടർ സാവിത്രി, താഴ്വാരത്തിലെ കൊച്ചൂട്ടി എന്നീ കഥാപാത്രങ്ങൾ മലയാളികൾ എന്നും മനസ്സിൽ താലോലിക്കുന്നവയാണ്. അശോക് കുമാർ സംവിധാനം ചെയ്ത തേനും വയമ്പും എന്ന ചിത്രത്തിലാണ് സുമലത കേന്ദ്ര കഥാപാത്രമായത്. അതിൽ പ്രേം നസീറിന്റെയും നെടുമുടി വേണുവിന്റെയും നായികയായിരുന്നു സുമലത. വിവാഹത്തോടെയാണ് സുമലത അഭിനയരംഗം വിട്ടത്. ജോഷിയുടെ ഈ തണുത്ത വെളുപ്പാങ്കാലത്തായിരുന്നു വിവാഹത്തിന് മുന്നേ സുമലത അഭിനയിച്ച അവസാന മലയാള ചിത്രം. ജയന്റെ അവസാന ചിത്രമായ കോളിളക്കത്തിലെ നായികയായിരുന്നു സുമലത. ചിത്രം സാമ്പത്തികമായി വൻ നേട്ടം കൈവരിച്ചു. പുതുമുഖ നായിക സുമലത ശ്രദ്ധിക്കപ്പെട്ടു. മലയാള സിനിമയിലെ നായികാഭാവങ്ങൾക്ക് പുത്തൻ പരിവേഷം നൽകി കടന്നു വന്ന സുമലത വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. മേജർ രവി സംവിധാനം ചെയ്ത ഖാണ്ഡകാർ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവ്. ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത ഇരട്ടി മധുരം എന്ന ചിത്രത്തിൽ ഷാനവാസിന്റെ കാമുകി വേഷമായിരുന്നു സുമലത കൈകാര്യം ചെയ്തത്. IV ശശി സംവിധാനം ചെയ്ത ജോൺ ജാഫർ ജനാർദ്ദനൻ എന്ന ചിത്രത്തിലും സുമലതയ്ക്ക് ശ്രദ്ധേയമായ വേഷമായിരുന്നു. ശശികുമാർ സംവിധാനം ചെയ്ത ചക്രവാളം ചുവന്നപ്പോൾ എന്ന ചിത്രത്തിലെ വേഷവും ശ്രദ്ധിക്കപ്പെട്ടു. ഭർത്താവിനെ കൊല്ലാൻ നടക്കുന്ന അന്ധനായ യുവാവിനെ ആദർശത്തിന്റെ പേരിൽ ഉപദ്രവിക്കാനാകാതെ നിൽക്കുന്ന ഭാര്യയുടെ വേഷം സുമലത ശ്രദ്ധേയമാക്കി. മികച്ച നടിക്കുള്ള ആന്ധ്രാപ്രദേശ് സർക്കാർ അവാർഡ് സുമലതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 1987 പുറത്തിറങ്ങിയ ശ്രുതിലയലു എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു അത്. കൂടാതെ ദേവർസ് ബെസ്റ്റ് ന്യൂ ഫേസ് അവാർഡ്, ഫിലിം ഫാൻസ് അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ്, കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് തുടങ്ങി നിരവധി അവാർഡുകളും സുമലതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 1991 ഡിസംബർ 8 വിവാഹിതയായ സുമലത തമിഴ്നാട്ടിലെ ഒരു തെലുങ്ക് ഫാമിലിയിലാണ് ജനിച്ചത്. ഏക മകൻ അഭിഷേക്. കന്നഡ സിനിമയിലെ പ്രമുഖ നായകന്മാരിൽ ഒരാളും കർണാടക രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ നേതാവുമായ അംബരീഷിന്റെ ഭാര്യയായി സുമലത ജീവിക്കുന്നു. പ്രകൃതിയുടെ ഭാവഭേദം പോലെ, ഋതുക്കളുടെ പകർന്നാട്ടം പോലെ മലയാളി പ്രേക്ഷക ഹൃദയങ്ങളിൽ ക്ലാരയായും ഇസബെല്ലയായും. അടുത്ത ആഴ്ച മറ്റൊരു താരത്തിന്റെ വിശേഷമായി വീണ്ടും കാണാം.